Hi guys, Assalamu alaikum. Welcome back to Faisal Tasty Cooking. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് ലിവർ ഫ്രൈ. ലിവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഒരു കഷ്ണം തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തത് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം വേണം 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ലിവറെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ലിവറെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 4 തക്കാളി ജ്യൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് 4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ലിവർ മസാലേൻ്റെ അകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് ലിവർ മുങ്ങുന്ന തരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്ത് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തേക്ക് ചെറുതായി എരിഞ്ഞ് വെച്ച കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് ലിവറിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബീഫ് ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 4 പച്ചമുളക്, 2-3 കഷ്ണം സവാള, 2 കഷ്ണം ലെമണും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. പൊറാട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.